ഹായ് നമസ്കാരം. ട്രിപ്പ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാന്തല്ലൂരാണ്. കാന്തല്ലൂരുള്ള കീഴാന്തൂർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നേക്കാണ് നമ്മൾ. അപ്പോൾ അത് നമ്മൾ മറയൂരിൽ നിന്ന് കാന്തല്ലൂർക്ക് പോകുമ്പോൾ കാന്തല്ലൂർ ടൗണൊക്കെ എത്തുന്നതിന് മുമ്പ് ഒരു 2-3 കിലോമീറ്റർ മുമ്പായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു കോൺക്രീറ്റ് ചെയ്ത വഴിയാണ്. അപ്പോൾ കുറച്ച് ദൂരമാണ് വണ്ടികൾ വരുള്ളൂ. അത് കഴിയുമ്പോൾ വണ്ടികൾ നമ്മൾ ബൈക്കോ കാറൊക്കെ ആണെങ്കിലും ഇവിടെ ഇങ്ങനൊരു സംഭവം കണ്ടോ, അവിടെ നമ്മൾ പാർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ ഒരു 20 മിനിറ്റോളം നടന്നു പോകാനെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ ഒരു കടയുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ജ്യൂസൊക്കെ കിട്ടും. തണ്ണിമത്തൻ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കടയും കൂടിയുണ്ട്. അവിടെ സർബത്ത് നാരങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടനായിട്ട് സംസാരിച്ച് പറഞ്ഞത് ഈ സ്ഥലത്തിൻ്റെ പേര് കീഴാന്തൂർ എന്നാണ്. ഈ വെള്ളച്ചാട്ടം കീഴാന്തൂർ വെള്ളച്ചാട്ടം എന്ന് പറയും. പിന്നെ ഒരു പേരോട് പറഞ്ഞു കച്ചാരം വെള്ളച്ചാട്ടം. അപ്പോൾ 2 പേരുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്. നമ്മളിവിടെ ഇറങ്ങിയെന്ന് മേരി ഇവിടെ ഒരു താഴെ ഒരു വലിയ മരം നിൽക്കുന്നുണ്ട് കേട്ടോ. ആ മരത്തിൻ്റെ അവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് പോകണം. അവിടെ റൈറ്റ് സൈഡിൽ എന്തോ റിസോർട്ടോ കോട്ടേജ് എന്തോ സംഭവം ഉണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് സൈഡ് കുറച്ചുകൂടിയും പോകണം. സൗണ്ട് കേൾക്കാട്ടെ, ഇവിടെ നിന്നാണെങ്കിൽ ഞങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിലെ സൗണ്ട് കേൾക്കാം. അപ്പോൾ നമ്മൾ അവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വലിയ മരം ഉണ്ട് കേട്ടോ. ആ മരം അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വഴി വീണ്ടും നേരെ ഒരു വഴിയുണ്ട്. പക്ഷേ നമ്മൾ അതിൽ പോകരുത്. നമ്മൾ നേരെ ഇതിലുണ്ടോ താഴേക്കൊരു വഴിയുണ്ട്, അതിലൂടെ നമ്മൾ പോകാനായിട്ട്. എന്നാലേ നമുക്ക് കറക്റ്റ് അവിടെ കുളിക്കാനുള്ള സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. നേരെ ഒരു വഴി കാണുന്നുണ്ട്, പക്ഷേ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ട് എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇറങ്ങി വരുമ്പോൾ ഇവിടുന്ന് വീണ്ടും വഴി ഇങ്ങനെ താഴത്തോട്ടുണ്ട്, പിന്നെ നേരെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെയാണ് പോകേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിൽ ആ വെള്ളം വീണതിൻ്റെ അടിയിൽ പോയി നമുക്ക് കുളിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടോ. അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇവിടെ, കുളിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് കുളിക്കാനുള്ള സൗകര്യമാണ്. നമ്മളും കുളിക്കാനുള്ള വഴിയിൽ തന്നെ വന്നേക്കണത്. നല്ല ശബ്ദമുണ്ട്, വെള്ളം ഒഴിക്കണതിൻ്റെ നല്ല ശബ്ദമാണ്. തണുപ്പുണ്ടോ? അപ്പോൾ നമുക്കിത് ഇവിടെ നിന്നാണ് ക്രോസ് ചെയ്ത് പോകണം കേട്ടോ. ഷൂ മാറട്ടെ. അപ്പോൾ ഇത് നമ്മളങ്ങോട്ട് വാട്ടർ ക്രോസ് ചെയ്യാൻ പോകാം കേട്ടോ. ഓ നല്ല തണുപ്പട്ടാ. ഇപ്പോൾ ഈ വെയിലും കൊണ്ടേ ഇങ്ങോട്ട് നടന്നു വന്നിട്ട് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് നല്ല സുഖം, നല്ല തണുപ്പ്. ഇത് ഇവിടെ നമുക്ക് വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. നല്ലോണം വെള്ളമുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ആ വെള്ളം വീടിൻ്റെ അടുത്ത് തന്നെ പോയി കുളിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതേ വന്ന ഡ്രസ്സൊക്കെ മാറി ബാഗെല്ലാം ഇവിടെ എല്ലാം എടുത്ത് വെച്ച് നമ്മളിതേ കുളിക്കാൻ ഇറങ്ങാൻ പോയട്ടോ. അതേ നമ്മുടെ ബിനിച്ചാനാട്ടോ ആദ്യം ഇറങ്ങിയാണത്. തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? അപ്പോൾ ബിനിച്ചേട്ടൻ ആദ്യം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇറങ്ങാൻ പോയാണ്. ഞങ്ങളെ 4 പേരുണ്ട്. ഇറങ്ങേ. ഇതാണ് നമ്മുടെ കീഴാന്തൂർ വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ കച്ചാരം വെള്ളച്ചാട്ടം, കാന്തല്ലൂർ. നമ്മൾ ഇറങ്ങേണ്ട.
അപ്പോൾ നമ്മൾ കുളിയെ കഴിഞ്ഞ് തിരിച്ച് കയറിയിട്ടാ. അടിപൊളി സ്ഥലമുണ്ടാ. ഇപ്പോൾ ഇതേ മാർച്ച് മാസമാണ്, എന്നിട്ട് വരെ നല്ലോണം വെള്ളമുണ്ട്. നമുക്ക് ആ വെള്ളം ചടന്നതിൻ്റെ നേരെ അടിയിൽ പോയി നിന്ന് കുളിക്കുകയും ചെയ്യാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാന്തല്ലൂർ വരുന്നുണ്ടെങ്കിൽ ഈ കീഴാത്തൂർ വെള്ളച്ചാട്ടം മിസ്സാക്കരുത്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ സ്ഥലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.